ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ വായിക്കുന്നു 6-ാം അധ്യായം 1 മുതൽ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാകാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കനോർ, തിമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി. അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇതുവരെ ക്രിസ്തീയ സഭയ്ക്ക് പുറത്തുനിന്നും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാർ, യഹൂദ മതത്തിൻ്റെ നേതാക്കൾ, അവർ യഹൂദ മതം അനുസരിച്ച്, അവരുടെ നിയമമനുസരിച്ച് അപ്പോസ്തലന്മാരെ വിചാരണ ചെയ്യുകയും യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും തടവിലിടുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ഫലിച്ചില്ല. ഇതൊക്കെ നടന്നപ്പോഴും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോസ്തലന്മാർ ആ നഗരത്തെ, യെരുശലേം പട്ടണത്തെ യേശുവിൻ്റെ സുവിശേഷം കൊണ്ട് നിറച്ചു. ആ സമയത്ത് സഭയ്ക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടായി. ഒരു പ്രശ്നം നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. അനന്യാസും സഫീറയും അവർ പരിശുദ്ധാത്മാവിനോട് വഞ്ചന കാണിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി അവർ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഫലമായി വലിയ ഭയം വിശ്വാസത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും ഉണ്ടായി. ഇപ്പോഴിതാ വേറൊരു പ്രശ്നം. ഈ പ്രശ്നം ശിഷ്യന്മാർ പെരുകി വന്നതുകൊണ്ടുണ്ടായതാണ്. അവിടെ ഭക്ഷണം വിളമ്പണം. ഇത്രയധികം ആളുകളുണ്ട്, അവർ ഒരുമിച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി വരുന്നു. അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്. ഭക്ഷണം വിളമ്പുമ്പോൾ ചില ആളുകളെ ഉപേക്ഷയായി വിചാരിച്ചു. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്ന ഒരു പരാതി ഉണ്ടായി. ആ പരാതി യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് ഉണ്ടായത്. യവന ഭാഷ സംസാരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യഹൂദയിലോ ഇസ്രയേലിലോ ജനിച്ചു വളർന്ന യഹൂദന്മാരല്ല. അവർ പുറത്ത്, ഇസ്രായേലിന് പുറത്ത് ജനിച്ചു വളർന്നവരാണ്, പക്ഷേ യഹൂദന്മാരാണ്. അവർ ഇപ്പോൾ യെരുശലേമിലുണ്ട്. അവർ വിശ്വസിച്ച് സഭയുടെ അംഗങ്ങളായി. അവരുടെ വിധവമാർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്നൊരു പരാതി. ഈ പരാതി അവർ യവന ഭാഷ സംസാരിക്കുന്നവരായതുകൊണ്ടാണ് എന്ന നിലയിൽ ആണ് ഉണ്ടായത്. അപ്പോൾ 2 തരം ആളുകൾ, യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും. 2 യഹൂദന്മാരാണെങ്കിലും അവരുടെ ഇടയിൽ ഒരു വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം ശരിയായി വിളമ്പാത്തത്, അതിൽ പക്ഷപാതം കാണിക്കുന്നത് എന്ന് പരാതി. ഇവിടെ ഒരേ എത്തനിസിറ്റിയാണ് എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും യഹൂദന്മാർ തന്നെയാണ്. എന്നാൽ ഭാഷ വേറെ ആയതുകൊണ്ട് വേർതിരിവ്. ഭാഷയുടെ പേരിൽ 2 പക്ഷം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സഭയിൽ വേർതിരിവുണ്ടായാൽ, ചേരിതിരിവുണ്ടായാൽ അത് അപക്വതയുടെ ലക്ഷണമാണ് എന്ന് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ
ഇങ്ങനെ വിഭാഗീയത ഉണ്ടെങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അനാത്മീയരാണ് എന്നാണല്ലോ പൗലോസ് കൊരിന്തിയിലുള്ള വിശ്വാസികളോട് പറഞ്ഞത്. അപ്പോൾ ഭാഷയടിസ്ഥാനത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാകുന്നത്, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. അത് ആത്മീകമായ പക്വതയില്ലായ്മയുടെ ലക്ഷണമാണ്. ഞാൻ ഭാഷയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇടയിൽ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. അത് ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ്. നിങ്ങൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നുവോ, അല്ലെങ്കിൽ ഏത് സമുദായത്തിൽ, അല്ലെങ്കിൽ ഏത് ജാതിയിൽ, ഏത് എത്തനിക് ഗ്രൂപ്പിൽ പെട്ടിരുന്ന ആളായിരുന്നോ, ആ വിഭാഗീയത സഭയ്ക്കുള്ളിലും തുടരുകയാണ്. ചിലയിടത്തൊക്കെ ഒരു പ്രത്യേക ജാതിയിൽ നിന്ന് വന്നവർക്ക് മാത്രം ഒരു സഭ. ഇത് എത്രയോ മോശമായൊരു കാര്യമാണ്. ഭാഷയടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള വേർതിരിവ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഇടയിൽ വളരെ കഷ്ടമാണെന്ന് മാത്രമല്ല, അതവരുടെ പക്വതയില്ലായ്മയുടെ ലക്ഷണമാണ്, കൂടാതെ നിയമവിരുദ്ധവുമാണ്. അപ്പോൾ അത് വളരെ മോശമായൊരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പരാതി കൂടെ ഉണ്ടായപ്പോൾ ആ പരാതിക്കുള്ള പരിഹാരം എന്താണ്? ഈ രണ്ടു കൂട്ടരും തമ്മിൽ സംസാരിക്കുകയല്ല, മറിച്ച് ഈ പ്രശ്നം അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ ചെയ്ത കാര്യം, അവർ ശിഷ്യന്മാരെ കൂട്ടിവരുത്തി. 12 ശിഷ്യന്മാരല്ല, അത് അവർ അപ്പോസ്തലരാണ്. എന്നാൽ ശിഷ്യന്മാരായ യഥാർത്ഥ വിശ്വാസികളായ ആത്മീയരായ ആളുകളെ അവർ കൂട്ടിവരുത്തിയിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ, അതായത് അപ്പോസ്തലന്മാർ, ഞങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ദൈവവചനം ധ്യാനിക്കുക, അത് പഠിപ്പിക്കുക, അതുപോലെ പ്രാർത്ഥന. ഇത് ആത്മീയ ശുശ്രൂഷയാണ്. ഇതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങൾ അത് വിട്ട് ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അപ്പോസ്തലന്മാർ ഒരു വലിയ മാതൃക വച്ചിരിക്കുകയാണ് സഭാ നേതൃത്വത്തിന്. സഭാ നേതൃത്വത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം സഭയിലുള്ള ആളുകളെ ദൈവവചനം പഠിപ്പിക്കുക, പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ഉപേക്ഷിച്ചിട്ട് ഇതിന് സമയം ഇല്ല എന്ന് വെച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. എന്ന് വെച്ചാൽ, എനിക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഇത് ചെയ്യാൻ സമയമില്ല എന്നൊരിക്കലും ആത്മീയ നേതൃത്വത്തിലുള്ള ഒരാൾ പറയാൻ പാടില്ല. അതിൻ്റെ കാരണം ഇതാണ് അവരുടെ പ്രയോറിറ്റി, ഇതായിരിക്കണം അവരുടെ പ്രയോറിറ്റി. പല ആളുകളും സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട സഹോദരൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ്. അങ്ങനെയാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. പണം കൈകാര്യം ചെയ്യുന്നയാൾ, കണക്ക് നോക്കുന്നയാൾ, അവിടെ പണികളൊക്കെ നടത്തുന്നയാൾ, അവർ ശുശ്രൂഷക്കാരാണ്. ആത്മീയ നേതൃത്വം അവർ ദൈവവചനം പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സഭയിലുള്ള ആളുകളെ ദൈവവഴിയിൽ നടക്കുവാൻ വേണ്ടി അഭ്യസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അത് ഉപേക്ഷിച്ചിട്ട് ഭൗതിക കാര്യങ്ങളുടെ പുറകെ പോകരുത്. പല സഭകളിലും ഇടയന്മാരായിരിക്കേണ്ടവർ എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർ അല്ലെങ്കിൽ ബിഷപ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഒരാളല്ല, പലരുണ്ടെന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അവർ മിക്കവാറും ചെയ്യുന്നത് ഭൗതിക ജോലികളായിരിക്കും. എന്നാൽ അവർ ചെയ്യേണ്ടത് ഇതുപോലെ ആത്മീയ ശുശ്രൂഷയായിരിക്കണം. അപ്പോൾ അവർ അതിനൊരു പരിഹാരം പറഞ്ഞത്, ശിഷ്യന്മാരായ ആളുകളുടെ ഇടയിൽ നിന്നും ചില ആളുകളെ തിരഞ്ഞെടുക്കുക. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? 2 ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ട് പകുതി ഈ ഭാഷ സംസാരിക്കുന്നവരും പകുതി ആ ഭാഷ സംസാരിക്കുന്നവരും അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ നിർദ്ദേശം. അവർ പറഞ്ഞത്, പരിജ്ഞാനമുള്ളവർ വേണം, ആത്മനിറവുള്ളവർ വേണം, പിന്നെ നല്ല സാക്ഷ്യമുള്ളവർ വേണം. ഈ 3 കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. പരിജ്ഞാനം, അറിവുള്ള ആളുകൾ ആയിരിക്കണം, പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഉണ്ടായിരിക്കണം. എന്താണ് ഇത് തമ്മിൽ ഉള്ള ബന്ധം? ജ്ഞാനം ഉണ്ടായിരിക്കുക എന്നുള്ളൊരു നല്ല കാര്യമാണ്. എന്നാൽ ആ ജ്ഞാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമല്ല. എനിക്കെല്ലാം അറിയാം, എനിക്ക് ചെയ്ത് പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് പരിജ്ഞാനം വേണം, പക്ഷേ ആത്മനിറവുണ്ടായിരിക്കണം. ആത്മനിറവുള്ള ഒരു വ്യക്തി
പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ആശ്രയിക്കും, സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നല്ല ദൈവപരിജ്ഞാനമുണ്ട്, പരിശുദ്ധാത്മജ്ഞാനവും നിറവുമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ സാക്ഷ്യമില്ലെങ്കിൽ അയാളുടെ ശുശ്രൂഷ കൊണ്ടൊരു ഫലവും ഇല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, പരിജ്ഞാനം, ആത്മനിറവ്, നല്ല സാക്ഷ്യം, ഇങ്ങനെയുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അപ്പോസ്തലന്മാർ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.